അതൊരു സ്റ്റാൻഡേർഡ് അളവാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഒരു അളവ് വെച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് തരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു അളവ് പ്രകാരം മാർക്ക് ചെയ്ത് അപ്പോൾ എൻ്റെ ഒരു അളവ് പ്രകാരം നിങ്ങളോട് ഞാനിപ്പോൾ പറയുന്നത് എന്താണ്, നിങ്ങളുടെ അളവിൽ നിങ്ങൾ തയ്ക്കുക എന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ ഞാനൊരു അളവ് പറഞ്ഞു തന്നിട്ട് ഞാൻ ആ ഒരു അളവ് പ്രകാരം നിങ്ങളെ കൊണ്ട് മനപ്പാടമാക്കിച്ചിട്ട് നിങ്ങളെ കൊണ്ട് അത് മാർക്ക് ചെയ്യിപ്പിച്ച് അത് കട്ട് ചെയ്യിപ്പിച്ച് അത് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുമ്പോൾ അത് മാത്രമാണ് നിങ്ങൾ പഠിക്കുക. നിങ്ങളുടെ അളവുകളൊന്നും നിങ്ങൾ പഠിക്കില്ല. നിങ്ങളുടെ അളവിലേക്ക് നിങ്ങളത് മാറ്റി ചെയ്യുമ്പോൾ അതിൽ എന്താണ് വ്യത്യാസം വരുത്തേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അളവിൽ നിങ്ങളുടെ രീതിയിലാണ് നിങ്ങൾ മാർക്ക് ചെയ്യാൻ. അപ്പോൾ ഞാനിവിടെ ഒരു അളവ് പറഞ്ഞു തരാണെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് അളവ് എന്ന നിലയ്ക്ക് ഷോൾഡർ തൊട്ടിട്ട് നമ്മുടെ 16 ഇഞ്ച് വന്നു വരും. അപ്പോൾ അവർക്ക് പോയിട്ട് നമ്മൾ 3 ഇഞ്ചിൽ മാർക്ക് ചെയ്തതുകൊണ്ടോ 3 ഇഞ്ചിൻ്റെ അളവിൽ നെക്കിൻ്റെ അകലം കൊടുത്തതുകൊണ്ടോ ശരിയാവും ഇല്ല. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് അങ്ങനെ പകർത്താതെ നമ്മുടെ ബോഡിയിൽ നിന്ന് നമുക്ക് കിട്ടുമ്പോൾ എത്ര ഇഞ്ചാണ് നമുക്ക് നെക്കിൻ്റെ അകലം കിട്ടുക എന്നുള്ളത് കണ്ടെത്തേണ്ടത്. ആ ഒരു മാർഗ്ഗമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. നിങ്ങൾ നമ്മുടെ ക്ലാസിൻ്റെ ഗ്രൂപ്പിൽ അയച്ചു തരാം. ഈ അയച്ചു തരുന്നത് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് മോശമുള്ളവർ ചിലപ്പോൾ അവരെന്ത് വരുന്നുള്ള രീതിയിലിരിക്കും. അങ്ങനൊന്നും കരുതണ്ട, അത് അയക്കാം. നമ്മുടെ ഒരേ സൈസിലുള്ള ഒരേ ചെസ്റ്റിൻ്റെ വണ്ണത്തിലുള്ള ആളുകളുടെ തന്നെ അളവുകൾ കിട്ടുമ്പോൾ എന്താണ് അതിലും നിങ്ങൾക്കും അവർക്കും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടെത്താൻ പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് എല്ലാവരും ഫോട്ടോ ഗ്രൂപ്പിൽ അയക്കാൻ വേണ്ടി പറയുന്നത്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ അളവിലുള്ള വ്യത്യാസങ്ങൾ എന്തെങ്കിലുമാണ്, നിങ്ങൾ അളവെടുത്തതിൽ തെറ്റ് വന്നിട്ടുണ്ടോ